നോമ്പ് കാലത്ത് ഒരുക്കമായി നമ്മളുടെയൊക്കെ ജീവിതങ്ങളെ തമ്പുരാന് എങ്ങനെ കൂടുതൽ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തോട് ഒരിക്കൽ കൂടി കുറച്ചുകൂടി ചേർന്നിരിക്കത്തക്ക വിധത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിക്കുകയും പ്രാർത്ഥനയിൽ അതിനുത്തരം കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. 50 നോമ്പിലെ പാതി നോമ്പും കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സമയമേ അവശേഷിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഈ നോമ്പ് തന്നെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന്റെ ഉത്തരമാണ്. പഴയ നിയമകാലം മുതൽ നാം തിരുവചനം വായിക്കുമ്പോഴൊക്കെ അതിനിടയിലൂടെ എല്ലാം കടന്നു വരുന്ന വാചകങ്ങളാണ്, തിരുവചനങ്ങളാണ്. അവർ ഉടനെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ആടുമാടുകളും മനുഷ്യരും എല്ലാവരും, രാജാവും സഹിതം എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർ അനുതപിച്ചു. നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും തിരുവചനത്തിലൂടെ കടന്നു പോകുന്ന വാക്കുകളാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് വിശുദ്ധ കുർബാനയിൽ നമുക്കൊരു ഉത്തരമുണ്ട്. തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഉത്തരമാണ്. മനോഹരമായ ഒരു പ്രാർത്ഥനയിലൂടെയാണ് തിരുസഭാ മാതാവ് വിശുദ്ധ കുർബാനയുടെ മധ്യേ അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള പ്രാർത്ഥനയാണ്. ഞാൻ തുടങ്ങി തരാം, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ നോമ്പുകാലം ചെലവഴിക്കേണ്ടത്? എങ്ങനെയാണ് എൻ്റെ വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ, എൻ്റെ രൂപാന്തരീകരണം സംഭവിക്കേണ്ട ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് തിരുസഭാ മാതാവ് പരിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥനാ മധ്യേ നമുക്ക് നൽകുന്ന ഉത്തരമാണിത്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. വിശ്വാസ പ്രമാണത്തിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയിൽ നാം വിശുദ്ധ കുർബാനയിടയ്ക്ക് ചൊല്ലുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ കൃത്യമായ അവബോധമില്ലാതെയും അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെയും ഒക്കെ അത് ചൊല്ലിപ്പോകുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. 3 കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം തന്നെ തിരുസഭാ മാതാവ് വഴി വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ: ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇനിയുള്ള വളരെ കുറച്ച് 8-10 ദിവസങ്ങൾ കൂടിയുള്ളൂ നോമ്പ് തീരാൻ. ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി ഉപവാസം. എന്താണ് ഉപവാസം? നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് ഉപവാസം. 4 നേരവും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് കഴിക്കാതിരുന്ന് വളരെ കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കിയെടുത്ത് ക്ഷമയോടുകൂടി വെള്ളം മാത്രം കുടിച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നതിനെ നമ്മൾ ഉപവാസം എന്ന് വിളിക്കുന്നു. ഇനി അതിലും അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തർക്കും അവനവൻ്റെ ഉള്ളിൽ വരുന്നത് എന്തോ. നമ്മൾ ഉപവാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെയാണ്. ആണോ അല്ലയോ? ഭക്ഷണം വേണ്ട, ഇന്നെനിക്ക് ഉപവാസമാകട്ടോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട. ഇന്നെനിക്ക് ഒരു നേരം ഉപവാസമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതെങ്കിലും ഒരു സമയം മാത്രം ഭക്ഷണം. ഇന്നെനിക്ക് ഒരു നേരമാണ് എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുമാകാം, കഴിക്കാതിരിക്കുന്നതുമാകാം. പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്നുള്ളത്
തിരുവചനാധിഷ്ഠിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശന്ന് ക്ഷമിച്ച് നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടെ അങ്ങോട്ട് തീർന്നു പോകുന്ന ഒരവസ്ഥയോ അല്ല ഉപവാസം. തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നു എന്താണ് ഉപവാസം, എന്തിനാണ് ഉപവസിക്കേണ്ടത്, ഉപവാസത്തിന്റെ ലക്ഷ്യം എന്ത് എന്നൊക്കെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. എസ്രാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതിനു മുമ്പ് നമുക്ക് യോന പ്രവാചകനിലേക്ക് പോകാം. ഈ ഉപവാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വിവരണം, ഈ ഉപവാസം കൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് പോലും മാറ്റാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള വാചകങ്ങളിലാണ്. നമുക്കറിയാം യോനായെ എങ്ങനെയാണ് ദൈവം ഈ പറയുന്ന നിനിവേ ദേശത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ യോന എങ്ങോട്ട് പോയെന്നും അതിനുശേഷം കറങ്ങി തിരിഞ്ഞ് യോനായെ എങ്ങനെയാണ് നിനിവയിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിനിവേയുടെ മാനസാന്തരം എന്നാണ് 3-ാം അധ്യായത്തിൻ്റെ ഹെഡിങ്. ഇതെങ്ങനെയാണ് നിനിവേ മാനസാന്തരത്തിലേക്ക് വന്നത് എന്നുള്ളതും നമുക്കും അറിയാം. 3-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങൾ, യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു. അതിനു മുമ്പ് അതൊരു വലിയ നഗരമായിരുന്നു എന്നും തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ യോന പ്രവാചകൻ ഈ വലിയ നഗരത്തിലൂടെ ഒരു ദിവസം പിന്നിട്ട ശേഷം അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, ഈ മഹാനഗരം 40 ദിവസത്തിനുള്ളിൽ നശിച്ചു പോകും, കത്തിച്ചാമ്പലാകും. യോന തന്നെ പറഞ്ഞതല്ല, ദൈവം പോയി അവരോട് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വചനത്തിൽ യോനായുടെ ഈ മുന്നറിയിപ്പിൽ ജനം വിശ്വസിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലും വിവിധ ഇടങ്ങളിലൂടെ വിവിധ സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെയും മറ്റ് നമുക്ക് അറിയാവുന്ന വചന പ്രഘോഷകരിലൂടെയും നമ്മൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുമൊക്കെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഈ കാലഘട്ടം ഏറ്റവും അപകടം പിടിച്ചൊരു കാലഘട്ടമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകുന്നുണ്ട്. സമയം ആസന്നമായി, മാനസാന്തരപ്പെട്, സുവിശേഷത്തിൽ വിശ്വസിക്ക്, ജീവിതം ഒന്ന് ക്രമീകരിക്ക് എന്നൊക്കെ ഒരുപാട് ഇടത്തുകൂടെ നമുക്ക് വെളിപ്പെടുത്തലുകളും വെളിപാടുകളും മുന്നറിയിപ്പുകളും ഒക്കെ ലഭിക്കുമ്പോഴും നമ്മൾ പറയും ഇതിങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും, ഇതിങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും. ഇതാരെല്ലാം പറഞ്ഞേക്കുന്നു, എനിക്ക് എൻ്റെ കാര്യം ഇതിങ്ങനെ അങ്ങ് പൊക്കോളും. പ്രിയപ്പെട്ടവരെ, നിനിവേ നിവാസികൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ സാധിച്ചതിന് ഒന്നാമത്തെ അവർ എടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ വഴി അരുളി ചെയ്തത് നിനിവേ നിവാസികൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. നമുക്കും വിശ്വസിക്കാം. മുൻകരുതലുകളെ, മുന്നറിയിപ്പുകളെ, അപകടം സൂചകമായിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നതിന് ഇത് അതിലേ പോയാൽ അപകടമാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ക്രൈസ്തവരായ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആഴപ്പെടാനുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്തണം, നമ്മളുടെ ദുശീലങ്ങളെ ഒന്ന് മാറ്റി നിർത്തണം. ഈ പോക്ക് പോയാൽ അടുത്ത തലമുറയിൽ വിശ്വാസമേ ഇല്ലാത്തൊരു തലമുറ രൂപപ്പെട്ടു വരും. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പായിട്ട് ലഭിക്കുമ്പോൾ അതിനെ വിശ്വസിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും ഹൃദയ എളിമയും നമുക്ക് ആവശ്യമാണ്. വരാനിരിക്കുന്ന വലിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനുള്ള, ദൈവത്തിൻ്റെ മനസ്സ് പിന്തിരിപ്പിക്കുവാനുള്ള, മാറ്റുമെടുക്കുവാനുള്ള വലിയൊരു ഉപാധിയാണ് പ്രിയപ്പെട്ടവരെ അപകട മുന്നറിയിപ്പുകൾ തരുന്നതിനെ വിശ്വസിക്കുക. അതായത് ഈ സുവിശേഷം മുഴുവൻ അപകട മുന്നറിയിപ്പാണ്. വിശുദ്ധ കുർബാന മധ്യേ വൈദികൻ നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ നമ്മളും വായിക്കും, പറയാം ഈ കാലഘട്ടത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പറയുന്നുണ്ട്. വിശ്വസിക്കണം, ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ഈ നിനിവേയിലെ ജനം ഈ കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ അതിനുശേഷം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു.
വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനിവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഉപവാസം എന്നാൽ ഇതാണ്. വെറുതെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല, നമ്മെ തന്നെ എളിമപ്പെടുത്തുകയും നമ്മളായിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ അഹങ്കാരത്തിന്റെ മേഖലകളിൽ നിന്നുമൊക്കെ ഒന്ന് താഴേക്കിറങ്ങി ക്രോധത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും മറ്റ് ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ എന്നാണ് രാജാവ് ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത്. ഈ നോമ്പുകാലം ഉപവാസം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്രമങ്ങളിൽ നിന്നും ദുർവാസനകളിൽ നിന്നും, നമ്മുടെ ഓരോരുത്തരുടെയും അക്രമവാസനകളിൽ നിന്നും ദുർവാസനകളിൽ നിന്നും പിന്തിരിയാനുള്ളൊരു കാലഘട്ടമാണിത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ദൈവം മനസ്സ് മാറ്റുകയും നമ്മൾ രക്ഷപ്പെടാൻ ഇടയാവുകയും ചെയ്തെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഈ നിനിവേ നിവാസികൾ ഉപവാസം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അവരവരുടെ അക്രമ മാർഗങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൻ്റെ ദുർമാർഗങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നുമൊക്കെ മാറി നിന്നു എന്നാണ് ഉപവാസത്തിൻ്റെ അർത്ഥം. കൂടെ വസിക്കുക, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആരുടെ കൂടെ വസിക്കുന്നു? ഈ 50 ദിവസം നമ്മൾ ആരുടെ കൂടെ വസിച്ചു എന്നുള്ളതാണ് പ്രധാനം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ടോ? എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ടോ? എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ടോ? എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ടോ? ഈ കൂടെയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അയ്യോ അവൾ വിദേശത്ത് ജോലിക്ക് പോയിരിക്കും, അതുകൊണ്ട് അവളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം, അതല്ല അതിൻ്റെ അർത്ഥം. ഈ എൻ്റെ ഹൃദയമാകുന്ന ഇടത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ അയൽവക്കക്കാർക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക് എൻ്റെ ഹൃദയത്തിൽ എവിടെയാണ് സ്ഥാനം? അവരെവിടെയാണ് എന്നോടുകൂടി വസിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം മുഴുവൻ ഈ 40 ദിവസവും വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ 40 ദിവസം കൊണ്ട് നമ്മളുടെ ഏതെങ്കിലും ദുശ്ശീലത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ഈ 50 ദിവസം കൊണ്ട് നമ്മളുടെ പിണങ്ങിയിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് അനുരഞ്ജനപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ 50 ദിവസം കൊണ്ട് ഞങ്ങളുടെ കുടുംബ പ്രശ്നം മൂത്ത് ഡിവോഴ്സിന്റെ വക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ലൊരു കുടുംബ ജീവിതം നയിക്കാനുള്ളൊരു മുൻകൈ എടുക്കാൻ, ഒന്ന് താഴാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളെ ഒന്ന് തിരിച്ചു പിടിക്കാൻ, കണ്ടാൽ മിണ്ടാത്ത അയൽവക്ക ബന്ധങ്ങളെ ഒന്ന് വീണ്ടെടുക്കാൻ എനിക്ക് പറ്റിയോ എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിലെ ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈശോ എങ്ങനെയാണ് നമ്മളോട് ഉപവസിക്കാൻ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യം. ഉപവാസം എന്നാണ് ആ ഒരു ചെറിയ പാരഗ്രാഫ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവരാരെ കാണിച്ചോ അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.
ഇവിടെയാണ് നമുക്കൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഉപവാസം എടുക്കുന്നത് കൊണ്ട് വീട്ടിൽ ആർക്കും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. എനിക്കിന്ന് ഉപവാസമായതുകൊണ്ട് ഈ വീട്ടിൽ ആരും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നും, എനിക്ക് ഉപവാസമായതുകൊണ്ട് അടുത്തുള്ള കടകൾ അടയ്ക്കണമെന്നും, എനിക്ക് ഉപവാസമായതുകൊണ്ട് വീട്ടിൽ കൊച്ചു പിച്ചയടക്കം ആരും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഉപവാസം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ചിലപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന് അമ്മയ്ക്ക് ഉപവാസം കേട്ടോ, നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ നമുക്ക് കൊള്ളാം, ഭയങ്കര ദേഷ്യമായിരിക്കും. ഈ ഉപവാസം കൊണ്ട് വിശപ്പ് സഹിക്കാൻ മേലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയോട് ആരെങ്കിലും എന്തെങ്കിലും പോയി ചോദിച്ചാൽ പൊക്കോണോ അവിടുന്ന്, എനിക്കിന്ന് ഉപവാസം, ഒന്നാമതേ എനിക്ക് ദേഷ്യം കേട്ടോ. വിശന്നിട്ട് മനുഷ്യൻ്റെ കണ്ണ് കാണാൻ പാടില്ല. എന്തിനാ അങ്ങനെ ഉപവസിക്കുന്നേ? നമ്മളുടെ ഉപവാസം കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും നമ്മുടെ കൂടെ ജീവിക്കാൻ, നമ്മുടെ പുണ്യം കൊണ്ട്, നമ്മുടെ ഉപവാസം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ കൂടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഉപവസിക്കരുത്. സിസ്റ്റർ പറഞ്ഞു ഉപവാസം വേണ്ട എന്ന് പറഞ്ഞു. ഇനി നാളെ മുതൽ ആരും ഉപവാസം എടുക്കുന്നത് വേണ്ടെന്ന് വയ്ക്കരുത്. അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ എടുക്കണം. ഈശോ പറയുകയാണ്, നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് എല്ലാ ദിവസവും ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ആകെ ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന നമ്മളോട്, ഇന്നെന്താ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നേ, ഇന്ന് നല്ല ആരോഗ്യത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്, മുഖത്തൊരു ക്ഷീണം ഇല്ലല്ലോ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന ക്ഷീണം പോയല്ലോ എന്ന് ഉപവാസം എടുക്കുന്ന ദിവസം നമ്മളോട് ചോദിക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അതായത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ പറയില്ലേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനും മാത്രമായിരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്ന അവസ്ഥ. ദൈവത്തിൻ്റെ കൂടെയാണ് ഞാനെങ്കിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെല്ലാം എൻ്റെ കൂടെ കാണും. എൻ്റെ പ്രായമായ മാതാപിതാക്കൾ എനിക്കൊരു ഭാരമാകില്ല. എൻ്റെ ജീവിത പങ്കാളിയുടെ ചെറിയ കുറവുകൾ എനിക്കൊരു ഭാരമാകില്ല. എൻ്റെ മക്കളുടെ വീഴ്ചകൾ എനിക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത അസഹിഷ്ണുതയോടുകൂടി അവരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാവില്ല. ഇവിടെ ഏതെങ്കിലും യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ അവർക്കാർക്കും മക്കളോ മാതാപിതാക്കളോ ഗ്രാൻഡ് പേരൻസോ ഒന്നും ഒരു ബാധ്യതയായിട്ട് മാറില്ല. ചിന്തിക്കുക, ഈ ഉപവാസ സമയത്ത്, ഈ ഉപവാസം വഴി ഈ പരിശുദ്ധ ത്രിത്വത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ഉപവാസമാണ് ആവശ്യമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ അതിലും മനോഹരമായിട്ട് എന്താണ് ഉപവാസം എന്ന് വിവരിക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. യഥാർത്ഥമായ ഉപവാസം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 3 മുതലാണ് കൃത്യമായിട്ട് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ഉപവസിച്ചത്? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇത്രയും പറഞ്ഞ് പരാതിപ്പെടുന്ന ജനത്തോട് യെശയ്യാ പ്രവാചകൻ വഴി ദൈവം പറയുകയാണ്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്, നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം ഒരു കൈ അകലത്തിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ ദേഷ്യമാകാം, നമ്മളുടെ അസ്വസ്ഥതയാകാം, വിശപ്പിൻ്റെ മുഴുവൻ പ്രശ്നവും നമുക്ക് തീർക്കാൻ പറ്റുന്നവരോട് നമ്മൾ തീർക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസങ്ങൾ ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്ന് വിളിക്കുന്നത്? പക്ഷേ ഇനി യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്ന് കൃത്യമായി പറയുന്നു.
ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായ ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും രോഗത്തിന് നിങ്ങൾ അടിമപ്പെട്ടിരിക്കുവാണോ? ഇത്തരത്തിലൊന്ന് ഉപവസിച്ചു നോക്കിക്കേ, നീ വേഗം സുഖം പ്രാപിക്കുമെന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കണം. ഏതെങ്കിലും വ്യക്തികളെ നമ്മളായിട്ട് ക്ഷമിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മർദ്ദിതരെ നിങ്ങൾ സ്വതന്ത്രരാക്കണം. നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ ജീവിത പരിസരങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ വികാരിയച്ഛൻ വീട് വെഞ്ചിരിക്കാൻ വരുമ്പം നമ്മളെല്ലാവരും മുറ്റവും പെരയ്ക്കകവും പിന്നെന്താണ് പരിസരം മുഴുവൻ നമ്മൾ അടിച്ചു വാരി പറമ്പെല്ലാം നല്ല മുറ്റം പോലെ ആക്കിയിടും. എല്ലായിടവും നല്ല ക്ലീൻ ആക്കും. ഈ നോമ്പുകാലവും ഒരു ക്ലീനിങ് പരിപാടിയാണ്. നോമ്പുകാലം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വികാര വിചാരങ്ങളുടെയും നമ്മുടെ ബുദ്ധിയുടെയും ഒരു ക്ലീനിങ് ആണ് എന്നുള്ളതാണ് ഇവിടെ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരനെ കണ്ട് മിണ്ടാതെ മുഖം തിരിച്ചു പോയിട്ട് നേരെ ദേവാലയത്തിലേക്ക് വന്ന് അവിടെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, അവിടെ നടക്കുന്ന മുഴുവൻ ശുശ്രൂഷകളിൽ പങ്കെടുത്താലും, അവിടെ നടക്കുന്ന രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നടക്കുന്ന കുരിശിൻ്റെ വഴികളിൽ പങ്കെടുത്താലും പ്രയോജനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഉപവാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മളുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാം, ഞങ്ങളുടെ അയൽവക്കംകാരെ നമ്മൾ ഹൃദയം കൊണ്ട് ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അടുത്തതായി പ്രാർത്ഥന. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും. അതിൽ രണ്ടാമത്തെ കാര്യമാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ പഴയ നിയമ കാലഘട്ടത്തിലേക്ക്, പഴയ നിയമത്തിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമ താളുകളിലേക്ക് മറിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയായിട്ട് ദൈവം കാണിച്ചു തരുന്ന വ്യക്തിയാണ് മോശ. ഈ മോശയുടെ പ്രാർത്ഥന എത്ര മനോഹരമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനോട് വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നത് പോലെയാണ് മോശ ദൈവത്തോട് സംസാരിക്കുന്നത്. നമുക്കിവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. ഞാനൊരു അരമണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് എങ്ങനെ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലിരുന്നും ഇതുപോലെ നമുക്കിരുന്ന് മനുഷ്യൻ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? യുദ്ധത്തിന് പോകാൻ ഇസ്രായേൽ ജനം യുദ്ധത്തിന് തോറ്റപ്പോൾ മോശയുടെ കൈകൾ അഹറോനും ജോഷുവയും എല്ലാവരും കൂടെ ചേർന്ന് കൈ പൊക്കി പിടിച്ച് സമയത്ത് മുഴുവൻ ഇസ്രായേൽ ജനം ജയിച്ചു നിന്നു. അതിനിടയിൽ ദൈവം കൂടെ ഇല്ല എന്നുള്ളൊരു വന്നപ്പോൾ മോശ പറഞ്ഞു, കർത്താവേ, നീ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ തനിയെ വിടരുത്, ഞങ്ങൾ പോവില്ല. നീ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുത്. നമ്മളിങ്ങനെ കാരണവന്മാരോട് ചെന്ന് പറയാം, അപ്പച്ചൻ കൂടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോവില്ല കേട്ടോ, മമ്മി വരണം അല്ലെങ്കിൽ അമ്മ വരണം എന്ന് മക്കൾ ശാഠ്യം പിടിക്കുന്നത് പോലെ, കയ്യെ പിടിച്ച് വലിച്ച് വാ വാ എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് നിർബന്ധവും ശാഠ്യവും പിടിക്കുന്ന ഒരു പ്രാർത്ഥന. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. ഇവിടെ നമുക്ക് ഈ നോമ്പുകാലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നത്. ഇനി അത് നടന്നില്ല എങ്കിൽ നമ്മൾ പറഞ്ഞു, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, തമ്പുരാൻ എനിക്കത് സാധിച്ചു തരുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് നമുക്കറിയാം. ജോബിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജോബ് സഹനങ്ങളുടെ കാര്യം പറയുമ്പം ജോബിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴും ജോബിനെ എടുക്കാതെ നിവൃത്തിയില്ല.
ജോബ് എല്ലാ സുഖസൗകര്യങ്ങളും, മക്കളും, സമ്പത്തും, ആടുമാടുകളും എല്ലാം കൊണ്ട് വളരെയധികം സുഖസമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇടിവിട്ടേറ്റതുപോലെ അവൻ്റെ കയ്യിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുകയാണ്. മക്കള് പോയി, സമ്പത്ത് പോയി, ആടുമാടുകൾ പോയി, എല്ലാം തീർന്ന് അവസാനം കുഷ്ഠരോഗബാധിതനെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച് അവിടെ കിടന്നൊരു കഷ്ണമെടുത്ത്, ഓടിൻ്റെ കഷ്ണമെടുത്ത് ദേഹത്തെ മുറിവിൻ്റെ ഒരു ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെ അത് വെച്ച് ചൊറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഭാര്യ വന്ന് പറയുന്നുണ്ട്, ഇനിയും നീ ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കുവാണോ? ദൈവത്തെ ശപിച്ചിട്ട്, നിന്റെ ഈ പറയുന്ന ദൈവത്തെ ശപിച്ചിട്ട് പോയി ചത്തുകൂടെ എന്ന് ഭാര്യ പോലും ചോദിച്ചു പോകുന്ന ഒരു നിമിഷമുണ്ട് ജോബിന്. അപ്പൊ ജോബ് പറയുന്നൊരു വാക്യമുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഈ ജോബ് ചോദിക്കുന്നുണ്ട്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം, അതിന്റെ ബാക്കി എന്തുവാ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥന. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, എപ്പോഴും എല്ലാം നന്നായിരിക്കുന്ന അവസരത്തിലാണ് ദൈവം എൻ്റെ കൂടെയുള്ളത് എന്നുള്ളൊരു ചിന്ത. എൻ്റെ കുടുംബജീവിതം വളരെ നന്നായിട്ട് പോകുന്നു, എൻ്റെ മക്കൾക്കെല്ലാം കല്യാണമൊക്കെ കഴിച്ച് അവർക്ക് ജോലിയായി, അവരുടെ മക്കളും നല്ല നിലയിൽ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സിസ്റ്ററെ, ദൈവം ഞങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയുണ്ട്? സുഖമാണോ? നന്നായി പോകുന്നു, എല്ലാവർക്കും ജോലിയൊക്കെയായി, മക്കളുടെ കാര്യമൊക്കെ കഴിഞ്ഞു, ഹസ്ബൻഡ് റിട്ടയറായി, ഞങ്ങൾ രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിച്ച് മക്കൾക്കാണേലും അവരുടെ മക്കൾക്കും ആർക്കും ഒരു കുഴപ്പമില്ല സിസ്റ്ററെ, എല്ലാവരും നന്നായിട്ട് പഠിച്ചോളും, വളരെ നന്നായിട്ട് പോകുന്നു, തമ്പുരാൻ കൂടെയുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ദൈവകരങ്ങളിൽ നിന്ന് നന്മ മാത്രമല്ല, തിന്മയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ തിന്മയാണെന്ന് തോന്നാവുന്നതും ദൈവത്തിന് നന്മയാക്കി തീർക്കാൻ പറ്റും. അവൻ്റെ സമയത്ത് എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. അതാണ് എൻ്റെ ദൈവമെന്ന് പറയാൻ, വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എന്തോ അതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. അല്ലാതെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 3 ദിവസം വന്ന തപസ് ധ്യാനം കൂടി ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു, ദൈവം നല്ലവനാണ്. 6 തവണ തപസ് ധ്യാനം കൂടിയിട്ടും ഇത് നടക്കുന്നില്ലല്ലോ, ഇത് ദൈവത്തിന് ചെവിയില്ലേ എന്ന് ചോദിക്കുന്ന അതേ മനുഷ്യരും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന എന്ന് ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സഹനത്തെ നമ്മൾ ശാപമായി തെറ്റിദ്ധരിക്കും. സഹനത്തെ ശാപമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കഷ്ടപ്പാട് വരുമ്പോൾ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന എന്തുകൊണ്ടാ? സഹനത്തെ ശാപമായിട്ട് കാണുന്നത് കൊണ്ടാ. ഒരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടതാണ്, ഒരു മകള് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയപ്പോൾ അപ്പനും അമ്മയും പോയി ആത്മഹത്യ ചെയ്തു. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിന്, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരല്പം ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അപ്പോൾ തന്നെ ഒന്നെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയും, അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യും. അതല്ല പ്രതിവിധി. ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്, സഹനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണമാണ് ആവശ്യപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ഏറ്റവും മനോഹരമായ ഒരു തിരുവചന ഭാഗമാണ് ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസവും, എന്തുകൊണ്ടാണ് ഈശോയുടെ ഈ പീഡാസഹനം മുഴുവൻ ഉത്ഥാനത്തിലേക്ക് എത്തിയതും നമ്മുടെ പീഡാസഹനങ്ങളെല്ലാം കല്ലറ കൊണ്ട് അവസാനിക്കുന്നതിനും കാരണം എന്താണെന്ന് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഗെത്സമേൻ തോട്ടത്തിൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ ഹൃദയത്തിൽ വല്ലാതെ വ്യത അനുഭവിച്ച് അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ എനിക്ക് കൂട്ടിരിക്കണേ എന്ന് അപേക്ഷ പോലെ പറഞ്ഞിട്ടാണ് ഒരു കല്ലേറ് ദൂരം മാറി ഈശോ ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവമായിരുന്നിട്ടും ആ സമാനത കൈവിട്ടും മനുഷ്യരൂപം പൂണ്ടെന്നേ ഉള്ളൂ. അവൻ ദൈവം തന്നെയാണ്. ആ ദൈവമാണ് അവൻ ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എത്രമാത്രം ദുഃഖിക്കും, അസ്വസ്ഥരാകുമെന്ന് നമുക്കറിയാം. ഈ ദൈവം എന്തൊരു ക്രൂരനാണെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഈശോയും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയൊരു അവബോധം, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടട്ടെ. ഇവിടെ ഗെത്സമേൻ തോട്ടത്തിൽ ഈശോയുടെ വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥന, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അവിടെ കൊണ്ട് തീർന്നോ പ്രാർത്ഥന? പിതാവേ, ഈ പാനപാത്രം സാധ്യമാകുമെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അത്രേ ഉള്ളായിരുന്നുള്ളൂ പ്രാർത്ഥന. അതിൻ്റെ ബാക്കി എന്താണ്? എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ ഉയർത്താവോ? പ്രൈസ് ദി ലോർഡ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ പ്രത്യാശ കൈവിടാതെ അങ്ങയെ മുറുകെ പിടിക്കാൻ അഭിഷേകം നൽകണമേ. സഹനമാണ് ക്രിസ്ത്യാനിയുടെ അഭിഷേകമെന്ന്, സഹനമാണ് ക്രിസ്ത്യാനിയുടെ ശക്തിയെന്ന് തിരിച്ചറിയാൻ എനിക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമായി പോകുന്നതിൻ്റെ കാരണമെന്തെന്ന് ഈശോ വ്യക്തമാക്കി തരുന്നത്. ഒരു മനുഷ്യൻ കടന്നു പോകാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ദുരിതത്തിലൂടെയും ഈ ലോകത്തിൽ അതിനു മുൻപോ അതിന് ശേഷമോ ഒരു വ്യക്തിയും കടന്നു പോകാത്തത്ര മാനസിക ശാരീരിക വ്യഥയിലൂടെയും കടന്നുപോയ വ്യക്തിയാണ് ഈശോ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ദുഃഖം കൊണ്ട് സഹിക്കാൻ പറ്റാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി രക്തം വിയർത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വിയർപ്പ് രക്തമായി മാറിയിട്ടുണ്ടോ? ഈശോ അത്രയധികം വേദന അനുഭവിച്ചപ്പോഴും അവൻ ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ഒരൊറ്റ സെന്റൻസ്. അവനിലെ മനുഷ്യത്വം പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളിലും മാമോദീസായുടെ ഈ വിശുദ്ധ ജലം നമ്മുടെ ശിരസിൽ വീണ നിമിഷം മുതൽ ഈ ദൈവത്വത്തിന്റെ അംശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഹൃദയത്തിലും അവൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വെറും മാനുഷികതയിൽ നിൽക്കേണ്ടവരല്ല. നമ്മുടെ പ്രാർത്ഥന അവിടം കൊണ്ട് അവസാനിച്ചു പോകരുത്. കർത്താവേ, ഇതെന്റെ അടുത്തുനിന്ന് മാറിപ്പോകട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ കുടി തീർന്നു പോകട്ടെ, കുടി നിൽക്കട്ടെ, എൻ്റെ കൊച്ചിൻ്റെ രോഗം മാറ്റണമേ, ഞങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് പോകാൻ ഇടവരുത്തണമേ. അവിടം കൊണ്ട് നിന്നു പോവാൻ നമ്മുടെ പ്രാർത്ഥന. അടുത്ത സെന്റൻസിലേക്ക്, ഈശോയുടെ പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾക്കും ഉയരാൻ പറ്റിയില്ല എങ്കിൽ ആത്മഹത്യകൾ വീണ്ടും ഉണ്ടാകും. ഈശോ ഈ ഘട്ടം കൊണ്ട് അവിടുത്തെ പ്രാർത്ഥന നിർത്തിയിരുന്നെങ്കിൽ അതിനുശേഷം യൂദാസിന് സംഭവിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്ക് സംഭവിക്കാമായിരുന്നു. കാരണം ആ മാതിരി നിരാശയും ആ മാതിരി മനസ്സിന്റെ അസ്വസ്ഥതയും അവൻ വളരെയധികം ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ഈശോയുടെ ഹൃദയം ദുഃഖിതമായി അസ്വസ്ഥമായ കൂട്ടത്തിലാണ്. എൻ്റെ കൂടെ ഇരിക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ശിഷ്യന്മാര് പൂണ്ട ഉറക്കം. അവിടെ പോലും അവന് ആശ്വാസം കിട്ടിയില്ല. പക്ഷേ ഈ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഘട്ടത്തിലേക്ക് ഈശോയുടെ നാവ് ചലിച്ച നിമിഷം മുതൽ ദൈവദൂതന്മാർ അവനെ വന്ന് ആശ്വസിപ്പിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, അതെൻ്റെ ഇഷ്ടം,
പക്ഷേ എന്നാലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് എപ്പോൾ തമ്പുരാൻ പ്രാർത്ഥിച്ചോ ആ നിമിഷം മുതൽ സഹനം ഏറ്റെടുക്കാൻ അവന് ശക്തിയായി തമ്പുരാൻ കൂടെ ഇറങ്ങി വന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഉപവാസത്തിൻ്റെ ഒപ്പം നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതകാലത്തോളം ഒരു മദ്യപാനിയായിട്ടാണ് ഇവിടെ നിൽക്കേണ്ടതെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിശബ്ദയായിരിക്കാൻ നമുക്ക് പറ്റണം. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞ് തമ്പുരാനിൽ വിശ്വാസവും പ്രത്യാശയും ശരണവും വെച്ച് സ്നേഹവും കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, ഇതാണ് പ്രാർത്ഥന, ഇതായിരിക്കണം പ്രാർത്ഥന. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിന് കാരണം ഈ പ്രാർത്ഥനയുടെ ആദ്യഘട്ടത്തിൽ നിന്നുപോകുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഈ നോമ്പ് കാലത്ത് കടന്നു വരുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യമാണ് എന്ത്? ഉപവാസവും പ്രാർത്ഥനയും. മൂന്നാമത്തെ കാര്യം എന്താണ്? അനുതാപം. അനുതാപത്തിന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഈ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തി ദാവീദാണ്. നമുക്കറിയാം, 51-ാം സങ്കീർത്തനം മുഴുവൻ ഒരു കണ്ണാടി പോലെ ദാവീദ് താൻ ചെയ്ത പാപം ദൈവ തിരുമുൻപിൽ വിളിച്ചു പറയുന്ന ഒരു രാജാവാണെന്ന് ഓർക്കണം. ഈ രാജാവ് നാഥാൻ പ്രവാചകനിലൂടെ നമുക്കറിയാം, ഊറിയായുടെ ഊറിയായെ യുദ്ധത്തിന് പറഞ്ഞു വിടുന്നു. അവിടുന്ന് അവൻ തിരിച്ചു വിളിച്ച് അവനോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞപ്പോൾ, വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് 2 ദിവസം സ്വസ്ഥമായിട്ടായിരിക്കാൻ പറഞ്ഞപ്പോൾ, എൻ്റെ നാടും എൻ്റെ ജനവും മുഴുവൻ യുദ്ധത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനങ്ങനെ ഭാര്യയുമൊത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നപ്പോൾ ദാവീദിന് ഇയാളെ കൊല്ലുമല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഈ ഊറിയായുടെ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തപ്പോൾ ദാവീദ് കടന്നുപോയ പാപത്തിൻ്റെ വഴികൾ, ഒരു പാപം ചെയ്ത്, നമ്മൾ പറയില്ലേ, ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 1000 നുണ പറയേണ്ടി വരുമെന്ന് നമ്മളോട് കാരണവന്മാർ പറഞ്ഞു തരാറുണ്ട്. ഒരു നുണ പറഞ്ഞാൽ 100 നുണ പറയേണ്ടി വരും. അത് കറക്റ്റാണ്. അത് ഈ ഒരു ദാവീദിൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് കാണിച്ചു വയ്ക്കുന്നുണ്ട്. അവൻ ഉച്ചസമയത്ത് ആലസ്യത്തിൽ ഇങ്ങനെ വെറുതെ നടന്ന സമയത്ത്, ഇതാണ് നമ്മുടെയൊക്കെ അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന് വചനം പറയുന്നു. ഒരു രാജാവ് അലസനായി ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സ്ത്രീ കുളിക്കുന്നത് കാണാനിടയാവുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ വിളിച്ചു വരുത്തി അവളെ പ്രാപിക്കുന്നു. അവൾ ഗർഭിണിയാകുന്നു. അപ്പോഴാണ് അപകടം മനസ്സിലായത്. ഊറിയ യുദ്ധഭൂമിയിലാണ്. അവിടുന്ന് തിരിച്ചു വിളിക്കുന്നു. അവനോട് പ്രത്യേക സ്നേഹം കാണിച്ച് വീട്ടിലേക്ക് വിടാൻ നോക്കുന്നു, പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അവനെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലെന്നായി. പ്രിയപ്പെട്ടവരെ, ആസക്തിയോടുകൂടി പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ നോക്കുന്നവൻ അവനുമായി വ്യഭിചാരം ചെയ്യുന്നു. വ്യഭിചാരത്തിന് പിന്നാലെ അടുത്തത് വലിയ പാപം, കൊലപാതകം, ഇതൊക്കെ വരുന്നു. ഇതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, ഒരു 10-15 വർഷം മുമ്പ് ഇതുപോലെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ നശിച്ചു പോയിരുന്നില്ല. അപ്പന് രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങി കണ്ണു തുറക്കുമ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല. 2 കൂട്ടരും ഒരുപോലെയാണ്. തപ്പി എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മറ്റാരോ ആയിട്ടിരുന്ന് രാത്രി 2 മണിക്ക് ടെറസിലിരുന്നു. ടോയ്ലറ്റ് കയറിയ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങി വരില്ല, ഫോണും കൊണ്ട് കയറും. അവിടെ ഇരുന്ന് മറ്റേ ആരോ ആയിട്ടോ വർത്തമാനമാണ്, വീഡിയോ കോള്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ എല്ലാ ദുരിതങ്ങൾക്കും നമ്മുടെ അലസതയും ഒരു സമയത്തെ അശ്രദ്ധയുമാണ് കാരണം. ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തിത്വങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുടുംബം മറന്നുപോകുന്നു, മക്കളെ മറന്നുപോകുന്നു, ജീവിത പങ്കാളിയെ മറന്നുപോയിട്ട് ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ. വിശുദ്ധിയുടെ പ്രാധാന്യം ഇവിടെയാണ്. അനുതാപത്തിന്റെ പ്രാധാന്യം ദാവീദിന് സംഭവിച്ചതും മറ്റൊന്നല്ല.
ഒരു നിമിഷത്തേക്ക് അവൻ ആരാണെന്നുള്ളതും അവൻ എന്താണെന്നുള്ളതും ദൈവം അവൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും കൃപയും ഒക്കെ മറന്നിട്ട് ഈ ഒരു ചെറിയ പ്രലോഭനത്തിന് പിന്നാലെ പാഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തം. പക്ഷെ ഈ ദുരന്തത്തെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ചാക്കുടുത്ത് ചാരം പൂശി തൻ്റെ പാപം പരസ്യമായി ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ച ഒരു രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഈ അനുതാപത്തിൻ്റെ പ്രസക്തി. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. തമാശയ്ക്ക് തുടങ്ങുന്ന ചില ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് ഹസ്ബൻഡിനെ വിഷം കൊടുത്ത് കൊന്നേച്ച് ഇറങ്ങിപ്പോവുക ഭാര്യ മറ്റൊരാളുടെ കൂടെ. അതുപോലെ തന്നെ ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നവര്, സ്വന്തം ഭർത്താവിനെ ചതിയിൽ കുടുക്കി ജയിലിലാക്കി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നവര്, ഭാര്യയെയും മക്കളെയും ഇപ്പൊ നവജാത ശിശുക്കളെയൊക്കെ എത്ര പേരെയാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിനൊക്കെ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രലോഭനമാണ്. ഇന്ന് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ശാപമാണ് ഈ അശുദ്ധി നിറഞ്ഞ ബന്ധങ്ങൾ. തിരിച്ചറിയുക, കുടുംബജീവിതത്തിൻ്റെ പവിത്രത, നിങ്ങളുടെ മണവറ നിങ്ങൾ മലിനമാക്കരുത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലും ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിലും ഈ വിശുദ്ധി കൂടിയേ തീരൂ. നമ്മളെല്ലാവരും മൊബൈൽ ഫോണിനെ കുറ്റം പറയും. ഈ നശിച്ച ഫോൺ വന്നേ പിന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും തുടങ്ങിയതെന്നൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, എല്ലാം നിയമാനുസൃതമാണെങ്കിലും എല്ലാം പ്രയോജനകരങ്ങളല്ല. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം, പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനകരങ്ങളല്ല. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് വിശുദ്ധ ഗ്രന്ഥം ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാം എനിക്കിവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് പ്രയോജനകരങ്ങളാക്കി ഞാൻ അതിനെ എടുത്തു വെക്കേണ്ട കാര്യമില്ല. തിരിച്ചറിയുക, ജീവിതം വെച്ച് കളിക്കരുത്. ദാവീദ് ഒരലസത കൊണ്ട്, ഒരശ്രദ്ധ കൊണ്ട്, ഒരു നിമിഷത്തെ പ്രലോഭനം കൊണ്ട് ജീവിതം വെച്ച് കളിച്ചതുകൊണ്ട് അവൻ്റെ ആദ്യത്തെ കുഞ്ഞു പോലും മരിച്ചുപോയി. പക്ഷെ അവനെ രക്ഷിച്ചത് അവൻ്റെ പാപം ദൈവം മഞ്ഞുകണം പോലെ വെണ്മയാക്കി മാറ്റിയതിന് കാരണം അവൻ തെറ്റാണെന്നറിഞ്ഞപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ടായപ്പോൾ അവൻ ഇത് നീയാണ് ഇത് ചെയ്തത്, നീ തന്നെയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഇവൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അനുതപിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന ബ്രദർ പറഞ്ഞു, ആലപ്പുഴ രൂപതക്കാരുടെ കുമ്പസാരക്കൂടാണ് ഇതെന്ന്. ആലപ്പുഴ രൂപതക്കാരുടെ കുമ്പസാരക്കൂടാണ് ഇതെന്ന് ഒരു വാചകം. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ഒരു വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് നോമ്പുകാലത്ത് പ്രത്യേകമായി വിശുദ്ധ കുമ്പസാരത്തിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെയൊക്കെ കുമ്പസാരത്തിൻ്റെ ആ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് പോയി കുമ്പസാരിച്ചു, ഇവിടെ നമുക്കൊരു കുമ്പസാരക്കൂടുണ്ട്, അതുകൊണ്ട് ഇന്ന് കുമ്പസാരിക്കാം, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അതേ തെറ്റ് ചെയ്താൽ വീണ്ടും ഒന്നുകൂടെ വന്ന് കുമ്പസാരിക്കാം. അത് നമുക്ക് ഫ്രീ ആണല്ലേ. കുമ്പസാരം കഴിഞ്ഞ് ആരെങ്കിലും ഫീസ് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? കുമ്പസാരത്തിന് ഫീസ് ഇത്ര രൂപ. ഏതെങ്കിലും പള്ളിയിൽ ഇപ്പോൾ കുർബാനയുടെ ഫീസ് നമ്മൾ എഴുതിയോ, പക്ഷേ വിശുദ്ധ കുമ്പസാരത്തിന് ഫീസ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൂടുള്ള കുമ്പസാരത്തിന് ഇത്ര രൂപ, കൂടില്ലാത്ത കുമ്പസാരത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഫ്രീ ആണ്. അത് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നു, പറയുന്നു, ചെയ്യുന്നു, പറയുന്നു, ചെയ്യുന്നു, പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലേ ദാവീദ് പാപം ചെയ്തുള്ളൂ. അത് തെറ്റാണെന്ന് അറിഞ്ഞ ദാവീദ് ജീവിതകാലം മുഴുവൻ ഈ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാനസാന്തരത്തിലൂടെ തിരിച്ചു വന്ന് ദാവീദിന്റെ കിരീടം ഒരിക്കലും അവനിൽ നിന്ന്, അവന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കാതിരുന്നതിന് കാരണം അവന്റെ മാനസാന്തരം ദൈവത്തിന് അത്രയധികം പ്രീതികരമായിരുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുമ്പസാരം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ നോമ്പുകാലത്തേക്ക് വേണ്ടി കാത്തുവെക്കുന്നത്?
ഇത്രയും സൗജന്യമായൊരു കൂദാശ ഈ നോമ്പ് കാലത്ത് നീണ്ട ക്യൂ നിന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചേട്ടന്മാർ പറയുന്ന കാര്യമുണ്ട്, ആ കുമ്പസാരിക്കാൻ പോയതാ സിസ്റ്റർ, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം അച്ഛൻ എഴുന്നേറ്റ് പോയി, ഞാൻ ഇങ്ങോട്ടും പോന്നു. കുഴപ്പമാരുടെയാ? അച്ഛൻ എഴുന്നേറ്റ് പോയതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയില്ല. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് പറയാൻ കാരണം ഈ എങ്കിലും എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. എങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കലേ പാടൂ എന്നില്ല. അങ്ങനെയാണോ എൻ്റെ അർത്ഥം? ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കൽ മാത്രമേ കുമ്പസാരിക്കാവൂ എന്നാണോ എൻ്റെ അർത്ഥം? അല്ല. ഒരിക്കലെങ്കിലും എന്ന് പറഞ്ഞെന്നാൽ അതിന് മുമ്പ് ഒരുപാട് സമയങ്ങളിൽ ആകാം. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന നിമിഷങ്ങളാണ് ഈ അനുരഞ്ജനത്തിലൂടെ ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തെൻ്റെ ദൈവം ഉണ്ടാവും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള കണക്ഷൻ കൃത്യമാണെങ്കിൽ, നമുക്കറിയാം വൈഫൈ കണക്ഷൻ്റെ കാലഘട്ടമാണിന്ന്. വൈഫൈ ഉള്ളിടത്ത് അതിൻ്റെ പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കണക്ഷൻ കിട്ടും, കൃത്യമായിട്ട് കണക്ഷൻ. ഈ കണക്ഷൻ കിട്ടുന്ന ഒരു പരിധിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പാസ്വേഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം. ദൈവകരുണയുടെ പരിസരങ്ങളിൽ, ദൈവകരുണയുടെ പരിധിക്കുള്ളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിസരങ്ങൾ എവിടെയാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പരിസരത്തിലാണോ? ഈ ദിവ്യകാരുണ്യ കൂദാശ സ്വീകരണത്തിൻ്റെ പരിസരങ്ങളിലാണോ? പരിശുദ്ധ കുർബാനയുടെ പരിസരങ്ങളിലാണോ? ദേവാലയത്തിൻ്റെയും ദേവാലയത്തിൻ്റെ വിശുദ്ധിയുടെ പരിസരങ്ങളിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും എന്ന് പറയുമ്പോൾ അനുരഞ്ജന കൂദാശയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അനുതാപം എന്ന് പറഞ്ഞാൽ അവബോധം എന്നാണ് അർത്ഥം. അവബോധം. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് നമുക്ക് ഒന്നുകൂടെ പോയാലും, ഈ ദാവീദിന് അവബോധം ഉണ്ടായി. നാഥാൻ പ്രവാചകൻ വന്ന് മനോഹരമായ ഒരു കഥ പറഞ്ഞു. 2 പാവപ്പെട്ട ആട്ടിൻകുട്ടികളുള്ള ഒരു സ്ത്രീ അവളുടെ ആട്ടിൻകുട്ടികളെ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ കുറേ വളരെ മനോഹരമായിട്ട് ആ കഥ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അനീതി കണ്ടപ്പോൾ തന്നെ ദാവീദ് രാജാവ് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചിട്ടു, എൻ്റെ നാട്ടിൽ ഇത്രയധികം അനീതി പ്രവർത്തിക്കാൻ അവൻ ആരാണ്? അവനെ ഉടനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് രാജാവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അടുത്ത ക്ഷണത്തിൽ വേണമെങ്കിൽ വാളൂരി നാഥാൻ പ്രവാചകന്റെ ശിരസ്സറക്കാമായിരുന്നു. അങ്ങനെ ഒരു ശിരസ്സറത്തിട്ടുണ്ട്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ടതിൻ്റെ പേരിൽ ശിരസ് പോകേണ്ടി വന്നൊരു മനുഷ്യനുണ്ട്. അതാരാ? തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശിരസ് വെട്ടിയെടുത്ത് താലത്തിൽ കൊണ്ടുവച്ച് കൊടുത്ത്, അതാരാത്? സ്നാപക യോഹന്നാൻ. നീ ഇതുപോലെ തന്നെ മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചതുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ രാജാവിനൊരല്പം ഭയം ഉണ്ടായിരുന്നു അവനെ തൊടാൻ. പക്ഷേ ഹെറോദിയ എന്ന് പറയുന്ന അവൾ വന്നിട്ട്, കാരണം നമ്മുടെ മുമ്പിൽ തടസ്സം, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ മുൻപിൽ നമ്മുടെ കൊള്ളരുതായ്മയ്ക്കൊക്കെ തടസ്സമായി നിൽക്കുന്നവരെ അങ്ങോട്ട് തീർത്തു കളയുക എന്നുള്ളൊരു പാരമ്പര്യം. ആ ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മുഴുവനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംസ്കാരം ഭാര്യ ഭർത്താവിനോട് ചേട്ടാ അതങ്ങനെയല്ല, നമുക്കിതിങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നീ ആരടി എന്നെ പഠിപ്പിക്കാനെന്നും, ചേട്ടൻ ചേച്ചിയോട് എടി അതിങ്ങനെയല്ല, നമുക്കത് ഇങ്ങനെ പോയാൽ അത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ ചെയ്തോ, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്തോളാം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. മക്കളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നേരെ തിരിഞ്ഞ്, ഇന്ന് മക്കളോട് എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ അപ്പനമ്മമാർക്ക് ഭയമാണ്. കാരണം ഒന്നെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും.
ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് നിർത്തിയിട്ട് പോയിരുന്ന് പഠിക്കും മോനെ എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഭാവിയെ ഓർത്ത് പറയുന്നതാണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മൾ ഓരോരുത്തരും ഈ താൻപോരിമയിൽ ഇന്ന് വളർന്നു വലുതായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ദാവീദ് രാജാവിൻ്റെ അവബോധം. ഒരു തെറ്റാണെന്ന് അതൊരു കുഞ്ഞു ആയിക്കോട്ടെ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു വലിയ ഹൃദയ താഴ്മ കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമായതാണ് പ്രിയപ്പെട്ടവരെ. പരസ്പരം ഒന്ന് അംഗീകരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം വിട്ടുകൊടുക്കാനും തിരുത്താനും സ്നേഹപൂർവകമായ തിരുത്തലുകൾ ഏറ്റുവാങ്ങാനും ഒക്കെയുള്ളൊരു കൃപ, അതൊരു അഭിഷേകമാണ്. ദാവീദിന് കിട്ടിയ ഈ അഭിഷേകം നമ്മൾ പാടും. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ, കണ്ണീരോടും പഠിക്കും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇത് നമ്മൾ ശുശ്രൂഷയുടെ സമയത്ത് പാടാൻ വേണ്ടി മാത്രം പാടുന്ന ഒരു സെന്റൻസ് ആയിട്ട് മാറരുത്. ഇതാണ് ദാവീദ് ചെയ്തത്. പാപബോധവും പശ്ചാത്താപവും നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിലേക്ക് കൊടുത്തപ്പോൾ അവൻ കണ്ണുനീരോടും വിലാപത്തോടും കൂടി അവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഉറക്കെ തമ്പുരാനോട് നിലവിളിച്ച് ചാക്കുടുത്ത് ചാരം പൂശി അനുതപിച്ചതിൻ്റെ ഫലമാണ് ഇന്നും എങ്ങനെയാണ് ഈശോ അറിയപ്പെടുന്നത്? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ എടുത്തു കളയുമായിരുന്നു. അതുകൊണ്ട് ദാവീദ്, എൻ്റെ ദാസൻ ദാവീദ്, അവനെ പാപത്തെ പ്രതി അവൻ അനുതപിച്ചത് കൊണ്ട് അവൻ്റെ രാജ്യം, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുമ്പസാരക്കൂടിനോട് അണയുമ്പോൾ അവബോധത്തോടുകൂടി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ധൂർത്തപുത്രന് കിട്ടിയ ഒരു അവബോധം, അവൻ പന്നിക്കൂട്ടിൽ കിടന്നപ്പോഴാണ് അവൻ അവബോധം കിട്ടിയത്. ഈ അവബോധം കിട്ടിയപ്പോൾ അവൻ ആ അവബോധം കൊണ്ട് എന്നാ പിന്നെ ഇനി അപ്പൻ്റെ മുമ്പിൽ വരാനൊരു മടി, നമ്മുടെയൊക്കെ ഈഗോ, അയ്യോ ഇനി ഞാൻ തിരിച്ചു എന്നാൽ എന്നാ വിചാരിക്കും? ആരും ഒന്നും വിചാരിക്കില്ല. എൻ്റെ ദൈവം, നീ എന്ന് പടി ഇറങ്ങിപ്പോയോ അന്ന് മുതൽ നിന്റെ തിരിച്ചു വരവ് നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ദൂരെ നിന്നേ അവൻ വരുന്നത് ഈ പിതാവ് തിരിച്ചറിഞ്ഞത്. അവൻ പോയതിന് ശേഷം ആ വഴിയിലേക്ക് അവൻ എങ്ങോട്ട് പോയോ അങ്ങോട്ട് കണ്ണും നട്ടിരിക്കുന്ന ഒരു പിതാവിനെ പോലെ നമ്മുടെ ദൈവം നീ ഇറങ്ങിപ്പോയിടത്തേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് അണയുമ്പോൾ കടത്ത് കഴിക്കാൻ പോകരുത്. വർഷത്തിലൊന്ന് അല്ലെങ്കിൽ നോമ്പിനൊരുക്കമായിട്ട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പോയി പറഞ്ഞ് തിരികെ വരരുത്. അവബോധത്തോടുകൂടി പാപബോധത്തോടുകൂടി ചെയ്തത് ചെയ്തു എന്ന് സമ്മതിക്കാനും കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുമ്പസാരക്കൂടിന് മുമ്പിൽ പോയി മുട്ടുകുത്തുവാനുമുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ നോമ്പ് കാലത്തെ വിശുദ്ധ കുമ്പസാരത്തിന് നമുക്കണയാൻ. അതാണ് യഥാർത്ഥ അനുതാപം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി അടുത്ത ശുശ്രൂഷകൾ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് അനുതപിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉള്ളിൽ ലഭിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ തിരുവചനങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം തന്നെയാണ്. അതാണ് ദൈവം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മറ്റൊരു മാർഗവുമില്ല. നിങ്ങൾ മല ചവിട്ടിക്കോ, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്തോ, 500 കിലോ ഭാരമുള്ള കുരിശും എടുത്തുകൊണ്ട് നമ്മൾ മല കയറിക്കോ,
പക്ഷെ ഈ പറയുന്ന 3 സ്പിരിറ്റ്, ഈ പറയുന്ന വിശ്വാസം, ഈ പറയുന്ന ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും, അത് ഈശോ ആവശ്യപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സ്പിരിറ്റോട് കൂടിയ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും ഇല്ലാതെ നമ്മൾ എത്ര ദൂരം ചെരുപ്പിടാതെ നടന്നാലും, എത്ര കിലോ ഭാരമുള്ള കുരിശുകൊണ്ട് മല ചവിട്ടിയാലും, എത്ര ദിവസം ഈ 40 ദിവസവും നിങ്ങൾ ഉപവസിച്ചാലും, നമ്മൾ ഉപവസിച്ചാലും അത് ശരിയാവില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉപവാസവും പ്രാർത്ഥനയും അനുതാപവുമായി അത് മാറി.